We at YouTube are proud and privileged to have such talented actors, such talented creative directors, and such talented people in this whole state of Kerala. It's my absolute pleasure to introduce Nikhil Prasad, the creative director of Karika, who's going to take us through how he's been creating the magic along with the team out here. എന്നെ ഞാൻ ആദ്യം പരിചയപ്പെടുത്താം. ജോർജ് എന്നുള്ളൊരു ക്യാരക്ടറിലാണ് നിങ്ങളെല്ലാവരും അറിയുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. ശരിക്കുള്ള പേര് അനു എന്നാണ്. അനു കെ അനിയൻ, കായംകുളം സ്വദേശിയാണ്. എൻ്റെ പേര് കിരൺ എന്നാണ്. എൻ്റെ നാട് തൃശ്ശൂരാണ്. പിന്നെ തേരാപ്പരയിൽ കെ കെ എന്നൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. നമസ്കാരം, എൻ്റെ പേര് ശബരീഷ് എന്നാണ്. ഞാൻ വിനോയുടെ ക്ലാസ്സിൽ പഠിച്ച അവിടെ ഇങ്ങനെ ഷിബു അവനെന്നെ വിളിച്ചിട്ടാണ് ഞാനിവിടെ വന്നത്. ആദ്യം ഒരു ചെറിയ റോളിലായിട്ട് വിളിച്ചേ, പിന്നെ സ്ഥിരം വേറെ കൂടെ അങ്ങ് കൂടി. ഇപ്പം എൻ്റെ അമ്മ ഒഴിച്ച് ബാക്കി എല്ലാവരും ലോലാന്നാണ് വിളിക്കുന്നത് നാട്ടിൽ. എന്നെ എല്ലാവർക്കും ഫ്രാൻസിസ് ആയിട്ടായിരിക്കും അറിയാവുന്നത്. താങ്ക് യു. ലോലം പാട്ട് പാടാത്തൊന്നും വിചാരിക്കരുത്. കാര്യം സത്യസന്ധമായിട്ട് ഇത് നമ്മുടെ ഫസ്റ്റ് പബ്ലിക് അപ്പിയറൻസ് ആണ്. ഓക്കെ, നിങ്ങളുടെ മുന്നിൽ ഒരു ക്യാമറയുടെ പുറകിൽ നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ ചെയ്യാൻ, കാര്യം നിഖിലേട്ടനെ പോലെ ഒരാൾ ക്യാമറ പിടിക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കാര്യം നമുക്ക് നമ്മുടെ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ അറിയാവുന്ന ആളാണ്. പക്ഷെ നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബോറായി പോകില്ലേ? അതുകൊണ്ടാട്ടോ. അതുകൊണ്ട് ഇനി ഒരു വേദിയിലേക്ക് നമ്മളെ എപ്പോഴെങ്കിലും വിളിച്ചാൽ നമ്മൾ വന്നിട്ട് എന്തെങ്കിലും ഒരു സാധനം പ്രിപ്പയർഡായിട്ട് വന്ന് കുളവാക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളോട് വിളിച്ചതിന്. എൻ്റെ ശരിക്കുള്ള പേര് ജീവൻ എന്നാണ്. ഞാൻ എൻ്റെ നാടെന്ന് പറയുന്നത് ട്രിവാൻഡ്രം തന്നെയാണ്. എൻ്റെ പേര് അർജുൻ എന്നാണ്. അപ്പോൾ ഇന്നലെ വരെ ഞാൻ ഇവരോട് ചോദിക്കായിരുന്നു, ഞാൻ എന്ത് ക്യാരക്ടറിൻ്റെ പേര് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. തേരാപ്പറയിൽ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ എനിക്കൊരു പേര് കിട്ടി, ബ്രിട്ടോ. അപ്പോൾ അർജുൻ എന്നാണ് പേര്, കൊച്ചിയിലാണ് വീട്, വേറെ ഒന്നുമില്ല. എൻ്റെ പേര് ആനന്ദ്. അതെ, ശബ്ദമല്ല അങ്ങനെ തന്നെയാണ്. എല്ലാവരും വന്ന് ചോദിക്കേണ്ടത് തന്നെയാണ്. ശരിക്കും ശബ്ദം ഇത് തന്നെയാണെന്ന് വളരെയധികം സന്തോഷമുണ്ട്. എറണാകുളത്ത് തന്നെയാണ് വീട്. എൻ്റെ ശരിക്കും പേര് ബിനോയ്. ഞാൻ എറണാകുളം തന്നെയാണ്, ഇവിടെ ഒപ്പൊക്കെ തന്നെ പഠിച്ചത് ബിടെക്കാൻ. ഇവരാരും പറഞ്ഞില്ല, ഇവരൊഴിച്ച് ഇവർ രണ്ടുപേരും ഒഴിച്ച് ബാക്കി എല്ലാവരും ബിടെക്കാൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ. പെണ്ണുങ്ങളെ വേണ്ടേ ഇവിടെ? ഫീമെയിൽ ക്രൂ ഉണ്ട്. സോ ഞങ്ങൾ ട്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ച് കോണ്ടന്റ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിന് ഉള്ള ലിമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആക്ടേഴ്സിലേക്ക് ഞങ്ങൾക്ക് എത്തിപ്പെടുന്നതിലൊരു പ്രോബ്ലം ഉണ്ട്. ഞങ്ങൾ കുറേ ആൾക്കാർ ടാലൻസ് വെച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ മേക്ക് ഷുവർ ചെയ്യാമെന്ന് വെച്ചാൽ വളരെ നാച്ചുറലായിട്ട് ആക്ട് ചെയ്യുന്ന ക്രൂവിനെ മാത്രമേ ഹയർ ചെയ്യുന്നുള്ളൂ. അതായത് ഫിൽറ്ററിങ് പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒരു 2-3 പേര് ഞങ്ങളുടെ ആക്ച്വലി ഇപ്പോഴും ഞങ്ങളുടെ ടീമിലുണ്ട്. കരിക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക, സത്യം പറഞ്ഞാൽ. കാര്യം ഞാൻ എൻ്റെ ഇഗ്നോറൻസ് അതാ, ഞാൻ ഇവിടെയല്ല താമസിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വന്ന് എനിക്ക് 1 o'clock ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഇങ്ങനെ കയറി. ഇറ്റ്സ് എ കൂൾ പ്ലേസ്. Then I thought this is interesting. But may I offer myself as an actress to you? Yeah, definitely. This is a talent platform. Anyone can join. Fantastic. Thank you. ക്യാരക്ടേഴ്സ് ഫിക്സ് ചെയ്യുമ്പോൾ ഇവരുടെ ഒറിജിനൽ ക്യാരക്ടേഴ്സ് എന്തെങ്കിലും ഫാക്ടറായിട്ട് എപ്പോഴും എടുക്കാറുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒന്ന് എന്ന് വെച്ചാൽ നമ്മൾ ക്യാരക്ടറിനെ സംസാരിക്കുമ്പോഴേ, ഇപ്പം ഓഡീഷനിലാണെങ്കിലും ഒരു 2 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്യൂട്ടബിൾ ആണെന്ന് മനസ്സിലാവും. അപ്പോൾ ലോലൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ക്യാരക്ടറിൽ ജെന്യൂനായിട്ട് അതിനൊരു ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ക്യാരക്ടേഴ്സിന് മാത്രമേ നമ്മൾ ഫിൽറ്റർ ഔട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെ എനിക്ക് തോന്നുന്നു കരിക്കിൽ വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. ചേട്ടാ, ഈ ക്യാരക്ടറിൽ ആരെങ്കിലും സിനിമയിലേക്ക് വിളിച്ചാൽ വിടുവോ, അതോ എന്തെങ്കിലും കോൺട്രാക്റ്റ് വല്ലതും ഉണ്ടോ? അല്ല, ഇപ്പം എല്ലാവരും കോൺട്രാക്റ്റിലാണ്. ഈ പറയുന്ന സ്പെഷ്യൽ കേസസിൽ അവർ മൂവീസിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അവരൊരു ഫ്യൂച്ചറല്ലേ നിങ്ങൾ കളയുന്നത് അങ്ങനെ ഒരു കോൺട്രാക്റ്റ്? ഇല്ല, അത് അവരുടെ ഓപ്ഷനാണ്. ഇപ്പം എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാതിരിക്കാനും അവർക്ക് ഓപ്ഷനുണ്ട്. അത്യാവശ്യം പാവപ്പെട്ട ലോലിനെങ്കിലും വിടാം. അല്ല, ഞാൻ പറയുന്ന എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാതിരിക്കാനുള്ള ഓപ്ഷൻ അവർക്കുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു സ്ട്രാറ്റജി ബിൽഡിങ്ങാണ്. കാരണം ആൾക്കാർ പുതിയതായിട്ട് കാണുന്നൊരു സാധനമാണ് ഈ ഡിജിറ്റൽ എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ പ്രിസർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഫിലിം സ്റ്റാർസിനെക്കാട്ടിയും ഫേമസ് ആവും.
ഒരു സിനിമയിൽ ഒരു ചെറിയ റോൾ അഭിനയിക്കുന്നതാണോ ഈ പറയുന്ന ഒരു ക്രൗഡിൻ്റെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടു നിൽക്കാൻ പറ്റുന്നതാണോ ഏതാണ് നല്ലതെന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ചു. നമുക്ക് ഈ അശ്വതി അച്ചുവിനെ ഈ ഇടയ്ക്കുള്ള എപ്പിസോഡിൽ പിന്നെ കാണാൻ പറ്റുമോ? അത് സസ്പെൻസ്. നമ്മുടെ തേരാപ്പോര പോലെയുള്ളതൊക്കെ ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ വേൾഡിൽ തന്നെ ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റിയ സീരീസ് ഫ്രണ്ട്സ് പോലുള്ള എന്തെങ്കിലും റിസർച്ച് ചെയ്തിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഇപ്പം നമ്മൾ ബുക്ക് എഴുതുമ്പോൾ ഒരു നമുക്ക് ഐരണിസ മാം പറഞ്ഞ പോലെ കരാട്ടെ പറ്റി ഒരു ബുക്ക് എഴുതിയാൽ കരാട്ടെ പറ്റി ഒത്തിരി റിസർച്ച് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും സീരീസ് അല്ലെങ്കിൽ മൂവീസ് എന്തെങ്കിലും ഇൻഫ്ലുവൻസ്ഡ് ആണോ? കൂടുതലും ഫിക്ഷണലാണെങ്കിലും കുറച്ച് ഈ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇപ്പോൾ കോൺവെർസേഷൻ കേട്ട് കഴിഞ്ഞാലും നിങ്ങൾ ഇപ്പോൾ സാധാരണ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ സംസാരിക്കുന്ന അതേ കോൺവെർസേഷൻസ് തന്നെയാണ് ഇതിൻ്റെ അത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സിറ്റുവേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റിലേറ്റബിൾ ആണ്. ഇപ്പം ഒരു അബദ്ധത്തിൽ പോയി ചാടുന്നതും ഒരിക്കലും എക്സാജറേറ്റഡ് അല്ല, ഒരിക്കലും സംഭവിക്കാത്ത അബദ്ധങ്ങളൊന്നുമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ സംഭവിക്കുന്ന അബദ്ധങ്ങളാണ്. അപ്പം എനിക്ക് തോന്നുന്നു നാച്ചുറലി ഫ്രണ്ട്സിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അഡാപ്റ്റ് ചെയ്തിട്ടുള്ളൂ. മെജോറിറ്റി ആയിട്ടുള്ള ആളുകൾ ബിടെക് പഠിച്ചെന്ന് പറഞ്ഞു. കേരളത്തിലെ ഒരേ ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് വിമൻസ് കോളേജിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള വ്യക്തികളെയാണ് സർ ഇപ്പോൾ സെലക്ട് ചെയ്ത് ആ സ്റ്റേജിൽ നിർത്തിയിരിക്കുന്നത്. ഇതിലും ഉപരി ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് കഴിവുകളെ കാണാൻ ഞങ്ങൾ ഏവരും ക്ഷണിക്കുകയാണ്. സോ ആ ക്ഷണം സ്വീകരിക്കാൻ ഈ ഒരു പൊതുവേദിയിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്, വരാൻ കഴിയുമോ? എന്റെ മാത്രമല്ല, തീർച്ചയായും. ഈ കൂട്ടത്തിൽ ആരെയാണ് ആദ്യം ഹയർ ചെയ്തത്? ഈ കൂട്ടത്തിൽ ഫസ്റ്റ് ഹയർ ചെയ്ത ബിനോയാണ്. ബിനോയ് കഴിഞ്ഞിട്ട് അനു വന്നു, ബിനോയുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അനു കഴിഞ്ഞിട്ട് ശബരീഷ് വന്നു. ശബരീഷ് കഴിഞ്ഞിട്ട് ആനന്ദ് വന്നു. ആനന്ദ് വന്നതിന് ശേഷം ഇവർ രണ്ടുപേരും ഫ്രണ്ട്സാണ്. ഇവർ നേരത്തെ വെബ് സീരീസിലൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് കിരൺ വന്നു. കിരൺ ഒറിജിനലി ഒരു ടിക്ടോക്ക് ഫെയിം ഉള്ള ഒരാളാണ്, ടിക്ടോക്ക് സ്റ്റാറാണ്. പക്ഷേ ടിക്ടോക്കിൽ നിന്ന് മാറി ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലേക്കാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ജോർജ് പാടുന്നൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇതായിരുന്നു. ജോർജ് ഒരു പാട്ട് പാടുമോ? ആ ആ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥൻ്റെ മുന്നിൽ. പാടുവതും രാഗമായി തേടുവതനുരാഗമായി ദേവനുമനുരാഗിയാം അമ്പലപ്രാവേ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥൻ്റെ മുന്നിൽ. പാടുവതും രാഗമായി തേടുവതനുരാഗമായി ദേവനുമനുരാഗിയാം അമ്പലപ്രാവേ. മതി.